ഹായ് ഗൈസ്, നമുക്കെല്ലാവർക്കും സ്ലിം ആയിട്ടിരിക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് പറഞ്ഞിട്ട്. അതിൻ്റെ പേരാണ് ഓമാഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് 1 മീൽ എ ഡേ. ഒരു ഒരു നേരം മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ. 23 ഹവേഴ്സ് നമ്മൾ വാട്ടർ ഫാസ്റ്റ് എടുത്തിട്ട് 1 മണിക്കൂർ മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് വാരി വലിച്ച് എല്ലാം തിന്നത്തൊന്നുമില്ല, കുറച്ച് കൺട്രോളായിട്ടേ എടുക്കത്തുള്ളൂ. ഈ നമുക്ക് 23 മണിക്കൂർ പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 16 ഹവേഴ്സ് ഫാസ്റ്റ് ചെയ്തിട്ട് 8 ഹവേഴ്സാണ് ഈറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ആദ്യം അത് ചെയ്തിട്ട് ബാലൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ടൈം കൂട്ടി ഫാസ്റ്റിംഗ് എടുക്കുക. അതായത് 16 ഹവേഴ്സ് മാറ്റി 20 ഹവേഴ്സ് ഫാസ്റ്റ് ചെയ്തിട്ട് 4 ഹവേഴ്സ് മാത്രം ഈറ്റിംഗ് പ്രോസസ്സായിട്ട് എടുക്കുക. ഇനി എന്താണ് ഈ ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരൊന്നും ഇതിൻ്റെ അടുത്തേക്ക് കടക്കാനേ പാടില്ല. കാരണം അവർക്ക് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിനൊക്കെ വയ്ക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഷിവറിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ എന്തെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മരുന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വല്ല മരുന്നോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇത് എടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. എനിക്കൊക്കെ ഡയറ്റ് എടുക്കാൻ ഏറ്റവും കൂടുതൽ മടി ഉണ്ടാവുക, ഞാൻ ഡയറ്റ് എടുക്കാൻ നിന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ വല്ല ചിക്കനും മീൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അയ്യോ അത് കഴിക്കണ്ടേ, കഴിച്ച് കഴിഞ്ഞാൽ ഡയറ്റ് പോവില്ലേ, അങ്ങനത്തെ ഒരു പേടിയായിരിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള കുറേ സാധനങ്ങൾ കഴിക്കാൻ പറ്റും. എല്ലാം കഴിക്കാൻ പറ്റില്ല. ലൈക്ക് സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. സ്വീറ്റ്സൊക്കെ കൺട്രോൾ ചെയ്താലേ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കുറയത്തുള്ളൂ. അതുകൊണ്ട് സ്വീറ്റ്സൊന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ അതൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സൊക്കെ ചെറുതായിട്ടൊന്ന് തളർത്തിട്ട് പോകും. അതിൻ്റെ പേരിൽ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഇതിനകത്ത് കഴിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റിയ പ്രോട്ടീൻ സോഴ്സസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻസ്, ഫിഷസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ലീഫി, അതായത് ഈ എന്താണ് ചീര അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, ബ്രോക്കലി, കോളിഫ്ലവർ, അതുപോലെ തന്നെ ബെൽ പെപ്പർ ഇല്ലേ, നമ്മുടെ ക്യാപ്സിക്കം, ക്യാരറ്റ്, അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ കൂൺ, മഷ്റൂംസ് ഒക്കെ നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതൊക്കെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, വെയിറ്റ് നല്ലപോലെ ലൂസ് ചെയ്യുകയും ചെയ്യും. ക്യാപ്സിക്കൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഫാറ്റ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലത്തെ സോഴ്സൊക്കെ നമ്മളെ സഹായിക്കും. അതേപോലെ ഈ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള അവക്കാഡോസ്, നട്ട്സ്, സീഡ്സ്, ഒലീവ് ഓയിൽ, അവക്കാഡോ ഓയിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ അവക്കാഡോ ഒക്കെ ഒരു വികാരമില്ലാത്ത സാധനം അതിൻ്റെ ഉള്ളിൽ മിക്കവർക്കും കഴിക്കാനൊന്നും ഇഷ്ടമായിരിക്കില്ല. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ വെയിറ്റ് ലോസ് നല്ലപോലെ കൺട്രോൾ ചെയ്ത് വെയിറ്റൊക്കെ ലോസ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അത് എന്നിട്ടാണെന്നറിയോ, നമ്മുടെ നല്ല ചൂട് കരിമീൻ പൊള്ളിച്ചത്, അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ, എരിശ്ശേരി, തലശ്ശേരി ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ കടല, ഈ ചിപ്പി ഇല്ലേ വെള്ളക്കടല, അതൊക്കെ ഭയങ്കരമായിട്ട് ഇതിന് ഹെൽപ്പ് ചെയ്യും. ഈ കരിമീനിൻ്റെ കറിയൊന്നും കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കുറച്ച് കരിമീൻ്റെ കറിയും അതുപോലെ തന്നെ കുറച്ച് മട്ടനരിയുടെ ചോറും കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാം. ഒരു നേരമല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ. പക്ഷേ എമൗണ്ട് കുറയ്ക്കണം. നമ്മൾ എപ്പോഴും ബിരിയാണി കഴിക്കുമ്പോഴായാലും റൈസിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് ചിക്കൻ പീസിൻ്റെയും സാലഡ്സിൻ്റെയും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറും നിറയും, ബിരിയാണി കഴിച്ചെന്ന് വെച്ചാൽ കഴിക്കുകയും ചെയ്യാം നമുക്ക്. പിന്നെ വെജിറ്റബിൾസിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഈ തോരൻ, അവിയൽ, ഓളൻ, കാളൻ, മെഴുക്കുവരട്ടി അതൊക്കെ നമുക്ക് കഴിക്കാം. ഇതൊക്കെ മിക്ക ഇതും നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാവണതാണ്. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഡയറ്റിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു മീൽ ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ വേണ്ട ആവശ്യമില്ല. ഈ കാളനും ഓലനും മെഴുക്കുവരട്ടിയും ഒക്കെ മിക്കപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണതാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിക്കപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഈ കോക്കനട്ട് ഓയിലില്ലേ, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ മിൽക്ക്, പശുവിൻ്റെ അല്ല കോക്കനട്ടിൻ്റെ മിൽക്ക്, പിന്നെ നട്ട്സ്, സീഡ്സ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മട്ടരി, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ്റെ റൊട്ടി, ചപ്പാത്തി, അതുപോലെ തന്നെ അപ്പം, അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്ത് നമുക്ക് കഴിച്ചാലും വൺ ഡേ മീലായതിൻ്റെ പേരിൽ നമുക്ക് ഒരു നേരമല്ലേ ഫുഡ് കഴിക്കുന്നുള്ളൂ. അതിൻ്റെ പേരിൽ നമുക്ക് അതൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ കരിമീനൊക്കെ എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചോറും കുറേ കറിയൊന്നും എടുത്ത് കഴിക്കാൻ പാടില്ല. എപ്പോഴും ചോറിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് കരിമീൻ്റെ, ഇപ്പം മീൻ കറിയാണ് കരിമീനാണ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഫിഷ് ഫ്രൈ ഇതാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തോരനാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എമൗണ്ട് കൂടുതലെടുക്കുക. റൈസിൻ്റെ എമൗണ്ട് കുറച്ചെടുക്കുക.
അങ്ങനെ ഒക്കെ ബാലൻസ് ചെയ്തിട്ടുള്ള ഡയറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വയറ് ഫില്ലായിട്ടിരിക്കും. ഒരു നേരമല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ സൂട്ടബിൾ ആയിട്ടുണ്ടാവും? ഈ 11 മണി തൊട്ടിട്ട് 2 മണി വരെയുള്ള ടൈം, അതുപോലെ തന്നെ ഏർലി ഈവനിങ് ആയിട്ടുള്ള 4 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമിലൊക്കെ ഈ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതായത് 23 അവേഴ്സ് ഫാസ്റ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ 11 മണി തൊട്ട് 2 മണിയുടെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ 4 മണി തൊട്ട് 6 മണിയുടെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അതേപോലെ കുറേ പേര് ഫ്രൂട്ട്സ് നല്ല ഇഷ്ടമുള്ളവരുണ്ടാവും. എനിക്കൊക്കെ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കൊട്ട ഫ്രൂട്ട്സ് കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ദിവസം ആ കൊട്ട ഫുള്ള് ഇരുന്ന് കഴിച്ചിട്ട് അത് മൊത്തം തീർത്തിട്ടുണ്ടാവും ഉച്ചയാകുമ്പോഴേക്കും. അങ്ങനത്തെ ആളാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ലോ കാലറീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ നമ്മുടെ നെല്ലിക്ക, ക്രാൻബെറീസ്, പ്ലംസ്, പീച്ചസ്, അതൊക്കെ നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മീഡിയം കാലറീസ് ആയിട്ടുള്ളതുണ്ട്. ആപ്പിള്, ബെറീസ്, ഓറഞ്ച്, ഗ്രേപ്പ്, ലെമൺസ്, പിയേഴ്സ്, അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട്, അതൊക്കെ മീഡിയം കാലറീസാണ്. അത് കഴിച്ചുകൊണ്ടൊന്നും അധികം പ്രശ്നം വരാൻ പാടില്ല. പക്ഷെ എപ്പോഴും ഒരു കൺട്രോൾ വെച്ചിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഇനി ഹൈ കാലറീസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബനാന, മാംഗോ, പൈനാപ്പിൾ, ഫിഗ്, ഡേറ്റ്, അതൊക്കെ എന്താണ് ഹൈ കാലറി ഫ്രൂട്ട്സാണ്. അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് മാത്രം എടുത്താൽ പോരാ, നല്ലപോലെ ഹൈഡ്രേറ്റ് ആയിരിക്കണം, ഡയറ്റ് എടുക്കണം, ഒപ്പം തന്നെ നല്ലപോലെ എക്സസൈസ് ചെയ്യണം, ബോഡി നല്ലപോലെ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതിന് റെക്കമെൻഡ് ആയിട്ടുള്ള കുറേ എക്സസൈസ് ഉണ്ട് ഓമാഡ് ഡയറ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് ഓമാഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഗോൾ വെയിറ്റിലേക്ക് വരാം. നമുക്ക് വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് ഒരു ഗോൾ വെയിറ്റ് വരെ നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോവാം. നാളെ തുടങ്ങിയപ്പോൾ ഓമാഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കഴിക്കേണ്ടത് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് പോവുക. നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക, എക്സസൈസും നല്ലപോലെ ചെയ്യണം. അപ്പോൾ ബൈ ബൈ.